ഇടത് ഭാഗത്തുള്ള ആളെ എനിക്കറിയില്ല, വട്സാറിന്റെ മോനാണ്. മറ്റാൾ എനിക്ക് തീരെ അറിയില്ല, എന്റെ മോനാണ്. അവൻ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഡൽഹിയിലായിരുന്നു, ആദ്യം കൊച്ചിയിലായിരുന്നു, പിന്നീട് ബാംഗ്ലൂർ വന്നു, ബാംഗ്ലൂർ ട്രാൻസ്ഫർ ആയി ഡൽഹി പോയി. നല്ല ഫൈനാൻഷ്യലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. 2 ലക്ഷത്തിന് മേലെ അവന് സാലറി ഉണ്ടായിരുന്നു. ഞങ്ങളൊരാഴ്ച അവന്റെ കൂടെ പോയി നിന്നിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇവന്റെ പണി എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാണ്. ശമ്പളം കുറഞ്ഞുകൊണ്ടല്ല, ശമ്പളം കുറഞ്ഞത് കൊണ്ടല്ല, അവൻ അനുഭവിക്കുന്ന ടെൻഷൻ, ടാർഗറ്റ്സ്, ഭക്ഷണം സമയത്തില്ല, എന്തൊക്കെയോ കഴിക്കുന്നു, കാശ് മാത്രം പോരാ. അന്ന് അവന് 2-2.5 ലക്ഷത്തോളം മാസ വരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ഒരു 10-11 മാസത്തോളായിട്ടുള്ളൂ സീരിയസ് ആയിട്ട് RCMലേക്ക് ഇറങ്ങിയിട്ട്. ഇന്ന് അവൻ പ്ലാറ്റിനം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മേ ബി ഒരു 20, അവന്റെ ഇൻകം എത്രയാണെന്ന് ഞാൻ നോക്കാറില്ല, കാരണം എന്റെ ഇൻകം തന്നെ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. അവനെ ഞാൻ അങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-30,000 ശമ്പളം ഉണ്ടാവും തോന്നുന്നു, അല്ല വരുമാനം ഉണ്ടാവും തോന്നുന്നു. പക്ഷെ അവന് അന്ന് 2.5 ലക്ഷം വാങ്ങുന്നതിനേക്കാളും ഹാപ്പിയാണ് ഈ 30,000. ഈസ് മോർ ഹാപ്പി. നമുക്ക് സന്തോഷം വേണ്ട, കാശാണോ സന്തോഷമാണോ വേണ്ടേ? ഈ കാശ് എന്തിനാ? സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ. ഓൾറെഡി സന്തോഷമില്ല, പിന്നെ കാശിന്റെ ആവശ്യമില്ല. അപ്പൊ അതാണ് ആസിം എന്ന് കിട്ടിയത്. ഡോക്ടർ വട്സാറിന്റെ മകൻ, അദ്ദേഹവും ഇതേപോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനി MBA ഒക്കെ കഴിഞ്ഞിട്ട് പോയി വർക്ക് ചെയ്തു. അവിടുന്ന് സംഗതി നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് RCMലേക്ക് പോകുന്നു. ഇങ്ങനെ തന്നെ നമ്മൾ മക്കളോടൊക്കെ ചെയ്യണം. അവര് നമ്മളോട് ചെയ്ത എല്ലാ ഇതിനും പകരം വിടണം നമുക്ക്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളെ കോഴിക്കോടുള്ള ചില വീരന്മാരെ ഞാൻ കാണിച്ചു തരാം. ഇതാ ജിതിൻ സിംഗ്, RCM സ്റ്റാർ പിൻ അച്ചീവർ ആണ്. കോഴിക്കോട് അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻസ് ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഒരു പേരാണ് അടുത്തയാൾ. ഇതാരാ? സിനിമ സ്റ്റാർ വിപിൻ മേനോൻ. RCMന്റെ പേൾ പിൻ ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നെത്തിയിരിക്കുകയാണ്. ഒരാളെയും കൂടി കാണിച്ചു തരാം. ജിജോ. കയ്യടിയൊന്നും ഇത് പോരാ. ഹലോ, ഇത് എന്താ? ഇതെല്ലാം വളർന്നു വരുന്ന സ്റ്റാർസ് ആണ്. ജിതിൻ, വിപിൻ ആൻഡ് ജിജു. ഇതേപോലെ നമ്മളുടെ എല്ലാവരുടെയും മക്കളുടെ ഫോട്ടോ അടുത്ത കാലങ്ങളിൽ സ്റ്റേജിന് മേലെ വരണം. ഇതാണ് ആക്ച്വൽ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അവരെ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്ന കാര്യം നടക്കുമോ? ഇല്ല. അവരെ കൊണ്ടുവരണം? അവരെ ഇതേപോലത്തെ മീറ്റിങ്ങുകളിൽ കൊണ്ടുവരണം, അവരെ പിക്കപ്പ് സെന്ററുകളിൽ കൊണ്ടുവരണം, RCMന്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുക. RCM എന്ന് പറഞ്ഞാൽ വെറുതെ സോപ്പും ഉപ്പും വിൽക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. ഇതിൽ ലീഡർഷിപ്പ് ആവശ്യമാണ്. ആളുകളെ നയിക്കേണ്ട പ്രോഗ്രാമാണ്. അതുകൊണ്ട് അവര് വീട്ടിലിരുന്ന് നാളെ നിങ്ങൾ RCMൽ നിന്നും വിരമിക്കുന്ന സമയത്ത് എന്നാ പിന്നെ നീ ടേക്ക് ഓവർ ചെയ്തോ, അങ്ങനെ ഉണ്ടല്ലോ ചില ജോലി. അച്ഛനും അമ്മയും വിരമിക്കുന്ന സമയത്ത് മക്കൾക്ക് ജോലി കൊടുക്കും. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് അല്ല ഇത്. കാരണം നമ്മൾ ഈ ബിസിനസ് എങ്ങോട്ടാണോ വളർത്തിക്കൊണ്ട് പോകുന്നത്, മക്കൾ അവിടുന്ന് വേണം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ എവിടം വരെയാണോ ഇതിനെ എത്തിക്കുന്നത്, മക്കൾ എവിടുന്ന് വേണം അത് കൊണ്ടുപോകാൻ. നമ്മൾ എവിടെ കൊണ്ട് നിർത്തുന്നു, അവിടുന്ന് ഫർദർ അവർ അവിടുന്ന് ടേക്ക് ഓവർ ചെയ്യാൻ. ഇത് വേറെ ഒരു ജോലിയിലും ബിസിനസ്സിലും പോസിബിൾ അല്ല. ഒരു ജോലിയിൽ സപ്പോസ് ഒരു അച്ഛനും അമ്മയും മേ ബി ഡോക്ടേഴ്സ് ആയിരിക്കാം. നല്ലൊരു സർജൻ, നന്നായിട്ട് ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്ന സർജനാണ്. അദ്ദേഹത്തിന്റെ മകൻ സ്കൂള് പോലും കണ്ടിട്ടില്ല. ഡോക്ടറിന് കൈവറയ്ക്കുന്നു, മുറിക്കാനൊക്കെ പ്രയാസം. അതുകൊണ്ട് സർജന്റെ മൂത്ത മോനെ ഇനി മുറിക്കാൻ ഏൽപ്പിക്കുക. നടക്കുമോ? ഞാൻ എവിടം വരെ കൊണ്ടെത്തിക്കുന്നു മോനെ, ഇനി നീ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോ എന്ന് പറയാൻ പറ്റുമോ? ഹലോ, എന്താ ഉത്തരം പറയാത്തത്? AC ഓഫ് ചെയ്യൂ. പറ്റൂല. അദ്ദേഹം വീണ്ടും സ്കൂളിൽ പോണം, കോളേജിൽ പോണം, പഠിച്ച് അതേപോലെ വളർന്ന് ഒരു സർജൻ ആയാൽ മേ ബി ചാൻസ് കിട്ടിയേക്കാം. പക്ഷെ RCM അങ്ങനെയല്ല. SI വേണുഗോപാൽ സാറ് വളർത്തി ഒരു എമറാൾഡ് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഇനി എമറാൾഡിൽ നിന്നാണ് ഇനി ഫർദർ കൊണ്ടുപോകാൻ പോകുന്നത്. അദ്ദേഹം അത് ചിലപ്പോൾ ഡയമണ്ട് വരെ എത്തിച്ചിട്ടായിരിക്കും മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പൊ മക്കൾ എവിടുന്നാണ് മുന്നോട്ട് കൊണ്ടുപോവാ?
അതേപോലെ നമ്മളുടെ ഡോക്ടർ വട്സാറിന്റെ മകന്റെ ഇതിൽ എഴുതിയത് ഞാൻ കാണിച്ചില്ലേ? അതേ എഴുതിയതാണ് ഇസ് ആൻ യങ് ഡയമണ്ട്. യങ് ഡയമണ്ട് എന്ന് പറഞ്ഞതാ അതേ ഡയമണ്ടിൽ നിന്നാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർസിഎമ്മിനെ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മളെ മക്കളെ മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനത്തെ മീറ്റിംഗ്സിൽ കൊണ്ടുവരും. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. നമ്മുടെ കൂടെ ആരുണ്ടാവണം? മക്കളുണ്ടാവണം. അതല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ടി വി പോയി ജോയിൻ ചെയ്യും. കാരണം അച്ഛനും അമ്മ ഇതിനകത്തുണ്ടെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് അറിഞ്ഞാലല്ലേ നമ്മൾ കൂടെ വരുള്ളൂ. പലരും അങ്ങനെ ഒളിച്ചും പാത്തൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുപോവുക. കാരണം പല നെറ്റ്വർക്കിൽ പോയിട്ട് കാശും പശുവും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയില്ല. അപ്പൊ അതുകൊണ്ട് ഒളിച്ചും പാത്തൊക്കെയാണ് ബാഗൊക്കെ കൊണ്ട് വീട്ടിൽ ഇങ്ങനെ പൂത്തിയിട്ട് ഭാര്യ ഇല്ലാത്ത സമയം നോക്കിയിട്ട് കൊണ്ട് കട്ടിലിന്റെ ചോട്ടിലേക്ക് അങ്ങ് എന്നിട്ട് ഓടി നടന്ന് കുറച്ച് സോപ്പും വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ഒക്കെ വിൽക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. നിങ്ങളെ മക്കള് വേറൊരാളെ കൂടെ ജോയിൻ ചെയ്യും. അവസാനം വീട്ടിൽ തന്നെ ക്രോസ് ലൈനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് പകരം നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്യാം. നമ്മളൊരു ആരെയും ഇവിടെ പറ്റിക്കുന്ന തട്ടിപ്പൊന്നുമില്ലല്ലോ. പിന്നെന്താ ഉണ്ടോ? ജോയിൻ ചെയ്യാൻ കാശ് വേണ്ട. ആകെ കാശ് കൊടുക്കേണ്ടത് സുജിത് അറേഞ്ച് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് എൻട്രി ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അതിനും ചായയും കടിയും കിട്ടും. അല്ല, ഇത് അറേഞ്ച് ചെയ്താൽ വേണു സാറാണോ? 100 രൂപയോ? വെരി ചീപ്പ്. ചുരുങ്ങിയത് ഒരു 200-300 രൂപയെങ്കിലും ചാർജ് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് അത് മാത്രമാണോ കിട്ടുക ആർസിഎമ്മില്? വേറെന്ത് കിട്ടും? ഹെൽത്ത് കിട്ടും, റെസ്പെക്ട് കിട്ടും, ഫെയിം. ഞാൻ വളരെ ഫേമസ് ആണെന്ന് വിചാരിച്ചു. ഞാൻ അത്ര ഫേമസ് അല്ല. പക്ഷെ നമുക്ക് ഫേമസ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും ഐഡന്റിഫൈഡ് പേഴ്സൺസ് ആവും. നമ്മളൊരു ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ഒരു 5-10 പേർക്ക് അറിയും. നമ്മളൊരു ബിസിനസ് ചെയ്താൽ അവിടെ സാധനം വാങ്ങുന്ന കുറച്ച് ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ ആർസിഎമ്മിനെ ശരിക്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, സുജിത് സാർ പലപ്പോഴും സ്റ്റേജിൽ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ നടക്കുന്ന സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചു. ബുക്ക്ഡ് ഫോർ സുജിത് സർ ആൻഡ് ബിനി സുജിത്. ഹലോ, ഉണ്ടായിരുന്നില്ലേ? അത് വേണോ? നമ്മുടെ പേര് അതേപോലെ ഡൽഹിയിലും കൽക്കട്ടയിലും ബംഗാളിലും ഒറീസയിലും ഒക്കെ അങ്ങനെ എഴുതി വെക്കണം എന്ന് ആഗ്രഹമുണ്ടോ? കുറച്ചു പേർക്ക് ആഗ്രഹമുള്ളൂ തോന്നുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇങ്ങനെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഡൊണേഷൻസ് കൊടുത്തിട്ട് നമ്മൾ കൊത്തിക്കും. അതിന്റെ മേലെ പാറയിലൊക്കെ കൊത്തി വെച്ച് കണ്ടാണ് ദിസ് സ്റ്റോൺ ഡൊണേറ്റഡ് ബൈ. ഞാൻ ഈ മൂകാംബിക ഇവിടെ ഏതാ നമ്മള് വളയനാട് വളയനാട് അവിടെ പോയി ഇങ്ങനെ കാണാം. ഓരോ കല്ലിൽ എഴുതുന്നത് ദിസ് സ്റ്റോൺ ഈസ് ഡൊണേറ്റഡ് ബൈ സിജു, ദിസ് ഡൊണേറ്റഡ് ബൈ സ്റ്റാർ എമറാൾഡ് നാരായണൻ. അപ്പോഴാണ് സുജിത് സാർ ഒന്നും കൊടുത്തത്. ഇഷ്ടം പോലെ കാശല്ലേ, 4 ലീഡർ ആണ്, എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ വരുന്നു. അപ്പൊ സുജിത് സാർ പറഞ്ഞു എന്റെ പേര് എഴുതണ്ട, ഈ കല്ല് അങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് സുജിത് സാർ അവിടെ നിൽക്കുക. ഈ കല്ല് ഞാനാ കൊടുത്തത്, പക്ഷെ പേര് ഞാൻ കൊത്തിച്ചിട്ടില്ല. സുജിത് സാർ പിന്നെ കല്ലിന്റെ അടുത്ത് മാറുന്നില്ല. ആ കല്ലിന്റെ അടുത്ത് തന്നെയാ നിൽക്കുന്നത്. ഈ കല്ല് ഞാൻ കൊടുത്തതാ, ഈ കല്ല് ഞാൻ കൊടുത്തതാ. ചുമ്മാ പറഞ്ഞ കേട്ടോ. അതായത് നമ്മൾ മനുഷ്യന്മാർക്കെല്ലാം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരൊക്കെ ഇങ്ങനെ കൊത്തിക്കാണാൻ 10 പേര് വായിക്കുന്ന കാണണം. പേപ്പറിലൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ മക്കളെ പേരൊക്കെ ഏതെങ്കിലും സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ അല്ലെ എന്തെങ്കിലും ഡാൻസിനോ അല്ലെങ്കിൽ പഠിത്തത്തിലോ പേരൊക്കെ വന്ന് നമ്മൾ കാണിക്കൂലേ, മോന്റെ പേര് അവർ ഏത് പേര് എവിടെ കണ്ടു, അത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വലുതാക്കിയും ഫോക്കസ് ചെയ്ത് ലെൻസൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും വാട്സപ്പിലൊക്കെ അയച്ചോളൂ. അപ്പൊ ഈ ഫോട്ടോയും പേരും കാണാൻ അതിനെന്താ പറയാ നമ്മള് ഫെയിം. എല്ലാവർക്കും ആഗ്രഹം, പക്ഷെ നടക്കാത്തോണ്ട് പറയാം വേണ്ട, ആവശ്യമില്ല, ഉള്ള കാശൊക്കെ മതി, കാരണം കിട്ടൂല, പണിയെടുക്കാനാവൂല. എന്നിട്ട് പോയിട്ട് ലോട്ടറി എടുത്തിട്ടാ വീട്ടിൽ പോവാ. ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നൊക്കെ പറയും. പക്ഷെ എല്ലാവർക്കും മനസ്സിൽ എന്ത് വേണം? കാശും വേണം, ഫെയിമും വേണം, എല്ലാം വേണം. പക്ഷെ ഈസി ആയിട്ട് കിട്ടണം. കിട്ടും ആർസിഎമ്മില്
കിട്ടുമോ? ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കിട്ടും. എന്തുണ്ടെങ്കില് PV വേണം. വാചകം അടിച്ചിട്ട് കാര്യമില്ല. കണ്ടമാനം ആർ സി എമ്മിന് ചില ആൾക്കാർ ഇഷ്ടം പോലെ വാചകം അടിക്കും, പക്ഷെ വരുമാനമില്ല. 4-5 വർഷം വാചകം അടിച്ചിട്ട് ഇറങ്ങിപ്പോകും, ഒന്നും കിട്ടിയില്ല എന്ന് പറയും. എന്താ കാരണം? PV ഇല്ല, വാചകടി മാത്രമേ ഉള്ളൂ. PVയുടെ ഫുൾ ഫോം എന്താ? പർച്ചേസ് വാല്യൂ. നമ്മൾ പ്രോഡക്റ്റുകളുടെ സെയിൽസ് വിപണനത്തിൽ കൂടി കിട്ടുന്ന പർച്ചേസ് വാല്യൂ PV, ഇതിന്റെ ബേസിലാണ് നമുക്ക് ആർ സി എമ്മിൽ വരുമാനം. PV എത്ര കേടുന്നു അത്ര വരുമാനം. കണ്ടോ, ഒരു കാണിച്ചു തരാം. അതിന് നമുക്ക് PV കയറാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ആണ് ആർ സി എമ്മിലുള്ളത്. ഒന്ന് റീറ്റെയിൽ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് റിക്രൂട്ട്. രണ്ട് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുക? PV കിട്ടുക. അപ്പൊ PV കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റുകളുടെ വിപണനം നടക്കണം. ആർ സി എമ്മിൽ പ്രോഡക്റ്റ് ഉണ്ടോ? പിന്നെ